ഇടത് നിരീക്ഷകൻ റെജി ലൂക്കോസ് ചേരുന്നു. ശ്രീ റെജി ലൂക്കോസ്, പി കെ ശശിയുടെ FB പോസ്റ്റ് താങ്കളും കണ്ടിരിക്കും. 2025 വരവേൽക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹം കൃത്യമായ വിമർശനങ്ങളും CPM നേതൃത്വത്തിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. എങ്ങനെ കാണുന്നു? അല്ല, അദ്ദേഹത്തിന്റെ ഒരു വിശദീകരണം വന്നിട്ടുണ്ട്. വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതുകൊണ്ട് വിമർശിച്ചതാണ്, അല്ലാതെ മറ്റു വ്യാഖ്യാനങ്ങൾക്കൊന്നും ഇടയില്ല എന്നും പറഞ്ഞൊരു പി കെ ശശിയുടെ ഒരു വിശദീകരണം ഇപ്പൊ പുറത്തു വന്നതായിട്ടാണ് എനിക്കറിയാൻ പറ്റുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ മേൽ പാർട്ടി അദ്ദേഹത്തിന്റെ മേൽ സ്വാഭാവികമായും ആരോപണങ്ങൾ ഉയർന്നപ്പോൾ അന്വേഷിച്ച് ശരിയെന്ന് കണ്ടതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പേരിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെ പിന്നെ ബ്രാഞ്ച് തലത്തിലേക്ക് തരം താഴ്ത്തി. അതുകൂടാണ്ട് തന്നെ CITUവിന്റെ ജില്ലാ ഭാരവാഹിത്വത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിവാക്കി. അങ്ങനെ കർശനമായ നടപടികൾ അദ്ദേഹത്തിന്റെ പേരിൽ എടുത്തതിന്റെ പേരിലുള്ള ഒരു മാനസികമായ ബുദ്ധിമുട്ടാണ് അദ്ദേഹം പോസ്റ്റ് ഇട്ടതായിരിക്കാം. അതിൽ വലിയൊരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് കോലാഹലത്തിന് കാരണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്തെ കാര്യം വെച്ചാൽ അതിൽ താൻ ഇട്ട പോസ്റ്റിനെ കുറിച്ചൊരു വിശദീകരണം അദ്ദേഹം നൽകിയതോടുകൂടി ആ വാർത്ത തന്നെ അസ്തമിച്ചു കഴിഞ്ഞു. പിന്നെ സ്വാഭാവികമായിട്ടും CPM-നെ സംബന്ധിച്ചോളം തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുക എന്നുള്ളൊരു നയം പാർട്ടികളുണ്ട്. മറ്റൊരു പാർട്ടിയിലും കാണാത്ത രീതിയിലുള്ള ഒരു ആർജവതം കാണിക്കുന്ന ഒരു പാർട്ടിയാണ് CPM-നെ സംബന്ധിച്ചോളം. അപ്പൊ അത് ഏത് വമ്പൻ നേതാവും തെറ്റ് ചെയ്തെന്ന് ബോധ്യമായിട്ടുണ്ടെങ്കിലും വല്ല മറ്റു രീതിയിൽ പാർട്ടിക്ക് ഇണങ്ങാത്ത രീതിയിലുള്ള പ്രവൃത്തി ചെയ്തതെന്ന് ബോധ്യം വന്നാൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കും. പി കെ ശശിയേക്കാളൊക്കെ എത്ര ഉയർന്ന നേതാക്കന്മാർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. EMS എതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പിണറായി വിജയനും VS അച്യുതാനന്ദനെയൊക്കെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് സെൻട്രൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയിട്ടുണ്ട്. അങ്ങനെ നിരവധിയായ അച്ചടക്ക നടപടിയിൽ പാർട്ടി എടുത്തിട്ടുണ്ട്. ഇപ്പൊ പി കെ ശശിയുടെ പേരിലും രാഷ്ട്രീയപരമായിട്ടും അദ്ദേഹത്തിന് സംഘടനാപരമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു പാർട്ടി. അദ്ദേഹത്തിന്റെ പേരിലുള്ള ആരോപണങ്ങൾ ശരിയെന്ന് കണ്ടുകൊണ്ടല്ലേ. അപ്പൊ അത് സ്വാഭാവികമാണ്. പി കെ ശശിയുടെ വാക്കുകൾക്ക് വലിയ പുതുമയൊന്നുമില്ല. പി കെ ശശി ഇപ്പോൾ അത് ക്ലിയർ ചെയ്തുകൊണ്ട് വന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ പ്രശ്നം അസ്തമിച്ചു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ റെജി ലൂക്കോസ്, ഒരു കാര്യം കൂടി, ഇത് അച്ചടക്ക നടപടി നേരിട്ടതിന്റെ ഒരു മനോവിഷമമാണ് എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകൾ കൃത്യമാണല്ലോ. അതായത് മദ്യവും അതിനു മുകളിൽ കഞ്ചാവും അടിച്ച് ഘോരഘോരം മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ പ്രസംഗിക്കുന്നവരുടെ നല്ല കാലം കഴിയുന്നു. ആയിരങ്ങളുടെ വിയർപ്പ് കൊണ്ട് കെട്ടിപ്പടുത്ത മഹാപ്രസ്ഥാനം പിടിച്ചുപറിയും കൊള്ളയും നടത്തി വെള്ള പുതപ്പിച്ച് ആ പണം കൊണ്ട് ഉന്മാദിച്ചവർക്കും ആഹ്ലാദത്തിന് വക നൽകില്ല പുതുവർഷം എന്ന് പറയുമ്പോൾ അതൊരു രാഷ്ട്രീയ പരാമർശം തന്നെയല്ലേ? അതായത് സ്വന്തം പാർട്ടിക്കുള്ളിൽ ഏത് രീതിയിലുള്ള പ്രവർത്തികളാണ് നടക്കുന്നത് എന്നുള്ളത് തന്നെയല്ലേ പി കെ ശശി പറഞ്ഞു വെക്കുന്നത്? അല്ല, ആ പോസ്റ്റ് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ അത്തരം വാക്കുകളൊക്കെ പറയുന്നത് നിരാശയിൽ നിന്ന് വന്നതായിരിക്കും. അത് പാർട്ടി പരിശോധിച്ചിട്ട് കർശനമായ നടപടി സ്വീകരിക്കും. അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ കഞ്ചാവ്, മദ്യം, അങ്ങനെയുള്ള വാക്കുകളൊക്കെ CPM-ന് അടങ്ങുന്നതല്ല എന്നാണ് എനിക്ക് ബോധ്യമുള്ളത്. അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ സാമ്പത്തിക അച്ചടക്കം പാലിച്ചില്ല എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളാണ് പുറത്തു വന്നത്. അപ്പൊ അത് പറയാനുള്ള യോഗ്യത എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ പാർട്ടി എടുത്ത നടപടികളിൽ ഉള്ള നിരാശയോടെ അദ്ദേഹം പോസ്റ്റ് ഇട്ടായിരിക്കും. അത് താനങ്ങനെ ഉദ്ദേശിച്ചല്ല പോസ്റ്റ് ഇട്ടെന്നും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം പാർട്ടി നൽകിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞതിന്റെ വിശദീകരണം വന്നിട്ടുണ്ട്. എന്തായാലും ഇതൊരു ഗൗരവമുള്ള വിഷയം തന്നെയാണ് പാർട്ടിക്കുള്ളിൽ. അദ്ദേഹത്തിനെതിരെ അന്വേഷിച്ച് അദ്ദേഹം പോസ്റ്റ് ഇട്ടതിന്റെ ഇന്റൻഷൻ എന്താണ്, അദ്ദേഹത്തിന് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ആവശ്യമായ നടപടികൾ ഈ പാർട്ടി സ്വീകരിക്കുക. അത് സ്വാഭാവികമാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന് വലിയൊരു വാർത്താപ്രാധാന്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പി കെ ശശിയെ സംബന്ധിച്ചുള്ള മുൻ MLA ആയിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് മത്സരിക്കാനായിട്ടുള്ള അവസരം കൊടുത്തില്ല. അതൊക്കെ പാർട്ടി എടുത്ത കർശനമായ തീരുമാനങ്ങളാണ്. അത് അങ്ങനെയൊക്കെയുള്ള നടപടികൾ സ്വീകരിക്കാൻ ഇപ്പൊ നിലവിൽ CPM മാത്രമേ ഉള്ളൂ. മറ്റൊരു പാർട്ടികളിലെ ഏതെല്ലാം രീതിയിലുള്ള അച്ചടക്കം നടത്തിയാലും ആ ഒരു രീതിയിലുള്ള നടപടികളും സ്വീകരിക്കുന്നില്ല. അതിനുള്ള എന്താ പറയുക, ആർജവത്ത് അത്തരം പാർട്ടികളിൽ ഇപ്പൊ തന്നെ വയനാട്ടിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ എത്ര ഭയാനകമാണ്. എത്രയോ പേരുടെ ജീവിതം തീർത്ത് അവിടെ കോപ്പറേറ്റീവ് ബാങ്കിലും സഹകരണ ബാങ്കിലും പണം കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും ഓരോ മണിക്കൂറുകളും തങ്ങൾ പണം കൊടുത്തു തങ്ങളുടെ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ട് തിരികെ പണം കിട്ടിയിട്ടില്ല, വഴിയാധാരമായി. അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്ത MN വിജയന്റെയും മകന്റെയും ചരിത്രം ഇപ്പോൾ പുറത്തു വരുന്ന ഇതുപോലെ പൈസ ഒരു ഇടനിലക്കാരനായിട്ട് വാങ്ങിച്ചത് മാത്രമേ ഉള്ളൂ. അവിടുത്തെ MLA-ക്കും മറ്റ് നേതാക്കന്മാർക്കും കൊടുത്തതാണ് പൈസ. അദ്ദേഹത്തിനോട് സാമ്പത്തികം കൊടുത്തവർ സമ്മർദ്ദം ചെലുത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ കുറെ സ്വത്തുക്കൾ വിറ്റ് ആണ് ഇപ്പം പലരും പറയുന്ന രീതിയിലുള്ള കാശ് കിട്ടിയത്. നമുക്ക് ആഭ്യന്തര കാര്യങ്ങൾ പറയുമ്പോൾ പരസ്പരം വാദപ്രതിവാദങ്ങൾ ഉന്നയിക്കാം. ഇപ്പോൾ കോൺഗ്രസിനായാലും CPM-നായാലും. ശ്രീ റെജി ലൂക്കോസ്, ഇവിടെ ഇദ്ദേഹം അച്ചടക്ക നടപടി നേരിട്ടത് കൊണ്ടുള്ള മനോവിഷമത്തിലായിരിക്കാം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൃത്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നാം വിപ്ലവകാരികളെ ഓർക്കണം എന്ന് പറയുന്ന റെജി ലൂക്കോസ് ഏറ്റവും അവസാനം അത് അവസാനിപ്പിക്കുന്നതും താങ്കൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ഈ ആക്രമണകാരികളും ചതിയന്മാരും ഒറ്റുകാരും ഒരു കാര്യം ഓർക്കുക, വരും കാലം നിങ്ങളുടേതല്ല എന്ന് പറയുന്നുണ്ട്. പി കെ ശശി മനോവിഷമത്തിൽ നിന്ന് പറഞ്ഞതാണെങ്കിൽ പോലും ഉന്നം വയ്ക്കുന്നത് ചില പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന പാർട്ടി നേതൃത്വത്തെ തന്നെയാണ്. കഴിഞ്ഞ ദിവസം G. സുധാകരൻ പറഞ്ഞതും കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ
നേതൃത്വത്തിനെതിരെ വിമത സ്വരം കൂടുതൽ കരുത്താർജിച്ച് തന്നെ മുന്നോട്ട് വരുന്നു എന്നല്ലേ പറഞ്ഞിരിക്കേണ്ടത്? മിണ്ടാതിരിക്കാൻ പറയാൻ ഇത് തമ്പുരാക്കന്മാരുടെ കാലം ഒന്നുമല്ല എന്ന് പറയുമ്പോൾ ഈ തമ്പുരാക്കന്മാരും ആക്രമണകാരികളും പണത്തിന്മേൽ അഹങ്കരിക്കുന്നവരും ആധിപത്യം സ്ഥാപിക്കുന്നവർക്കും ഒക്കെ ഉള്ളൊരു താക്കീതായി ഇതിനെ കാണേണ്ടി വരും. കാരണം ഇവരൊന്നും അത്ര നിസ്സാരക്കാരായ നേതാക്കന്മാരല്ലല്ലോ CPM-നെ സംബന്ധിച്ചിടത്തോളം. അല്ല, CPM-ന്റെ പ്രവർത്തകർ നേതാക്കന്മാരിലെ കഞ്ചാവ് അടിക്കുകയും മദ്യം കഴിക്കുന്നവരാണെന്നുള്ള PK ശശിയുടെ വാദഗതി പുച്ഛത്തോടെ തള്ളുകയാണ്. ഇപ്പൊ ഞാൻ തന്നെ പാർട്ടി മെമ്പറാ, ഞാൻ ഈ സാധനങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. അങ്ങനെ എത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകർ സഹയാത്രികരുണ്ട് ഈ പാർട്ടിയിൽ. അവരെല്ലാം മദ്യപാനികളും കഞ്ചാവ് അടിക്കാരെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഏത് രീതിയിലാണ് അദ്ദേഹത്തിന്റെ വാക്കുകളെ സ്വാധീകരിച്ചുകൊണ്ട് പറയുന്നത്? ഈ കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളാണോ? ഈ പാർട്ടിനെ 2 തവണ അടുപ്പിച്ച് അധികാരത്തിലേറിയതൊക്കെ ഈ ഇത്തരം ബോധ്യത്തിന്റെ പേരിലാണ്. അപ്പൊ അതൊന്നും ശരിയല്ല. G. സുധാകരൻ സാറിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിനെതിരെ ഒരു വിമർശനം പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നു എന്നൊരു മാധ്യമപ്രവർത്തകൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ ആരാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തമ്പുരാക്കന്മാരുടെ കാലമല്ല എന്ന് അദ്ദേഹം പറഞ്ഞതിനകത്ത് ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സ്വാഭാവികമായിട്ടും അത്തരം വാക്കുകൾ ആരെങ്കിലും ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. ഈ പാർട്ടിക്ക് വലിയ രീതിയിലുള്ള സംഭാവന നൽകിയിട്ടുണ്ട്. സത്യസന്ധനായ ഒരു ഭരണാധികാരിയും ജനങ്ങളോടൊപ്പം തന്നെ ജീവിച്ചൊരു ജനപ്രതിനിധിയും ഒരു നല്ലൊരു സാഹിത്യവാസനയോടുള്ള ഒരു വ്യക്തിയാണ് G. സുധാകരൻ. അപ്പൊ ആ G. സുധാകരനെ ആ രീതിയിൽ ആരെങ്കിലും വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയാനുള്ള എല്ലാ അവകാശവും അദ്ദേഹത്തിനുണ്ട്. അത് അദ്ദേഹം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള പരസ്പരപരമായിട്ടുള്ള വിമർശനങ്ങളും ആ വിമർശനത്തിലൂടെ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ് CPM-നെ സംബന്ധിച്ചോളം. ഏകാധിപത്യം ഉണ്ടെങ്കിൽ ഇവരാരെങ്കിലും ഇങ്ങനെ തുറന്നു പറയൂ. PK ശശിയെ സംബന്ധിച്ചോളം അദ്ദേഹം കടന്ന കൈയാണ് പറഞ്ഞത്. അതെനിക്ക് തോന്നുന്നു ഈ പാർട്ടി അച്ചടക്ക നടപടി എടുത്തതിനുള്ള നിരാശ ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും ഇത്ര വാക്കുകളൊക്കെ അത് ഉപയോഗിച്ചത്. അതായത് തന്നെ ആരൊക്കെയാണ് ഈ കഞ്ചാവ് അടിക്കുന്നത് മദ്യപിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പുറത്തു പറയേണ്ടായിരുന്നത്. പാർട്ടി കർശനമായ രീതിയിൽ അത് നിരീക്ഷിക്കും. അത് വലിയ രീതിയിലുള്ള ഗൗരവമായിട്ട് എടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള നടപടികൾ നിങ്ങൾക്ക് താമസം വരാം കേൾക്കാൻ പറ്റും. അല്ലെങ്കിൽ അതിനുള്ള വിശദീകരണങ്ങൾ ഇദ്ദേഹം പറഞ്ഞതിനനുസരിച്ചുള്ള പാർട്ടിയുടെ ജില്ലാ ഘടകം തരും. അതിലൊരു തർക്കമില്ല. അദ്ദേഹം ചെയ്തതെന്തായാലും തെറ്റാണ്. CPM-ന്റെ പ്രവർത്തകരെല്ലാം കഞ്ചാവടിച്ചും മദ്യപിച്ചും സുഖലോലുപതയിലും പണത്തിന്റെ എന്താ പറയാ വലിയ രീതിയിലുള്ള ഒഴുക്കോടുകൂടി ജീവിക്കുന്നവരാണെന്നൊക്കെ PK ശശി പറഞ്ഞതൊക്കെ തെറ്റായ കാര്യങ്ങളാണ്. CPM-ൽ അങ്ങനെ ഇല്ല. CPM-ൽ ആരെങ്കിലും വഴി തെറ്റിട്ടുണ്ട് അവർക്കെതിരെ നടപടി സ്വീകരിക്കും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് PK ശശി. അപ്പൊ അതുകൊണ്ട് അതിനെ ആ രീതിയിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ശരി, വളരെ നന്ദി ശ്രീ റെജി ലൂക്കോസ് പ്രതികരിച്ചതിന്.